സരിപോത ശനിവാരം സൂര്യാസ് സാറ്റർഡേ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മാസ് പടം. ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്. ഹീറോ ആയിക്കോട്ടെ വില്ലൻ ആയിക്കോട്ടെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാരക്ടർ ആർക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ആർക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പടം ഒരു വൗ ഫാക്ടർ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നാനിയുടെ കഥാപാത്രമാണെങ്കിൽ ശനിയാഴ്ച മാത്രം അടിയുണ്ടാക്കുന്ന ഒരു കഥാനായകനാണ്. അതിൻ്റെ റീസൺ എന്താണ് അതൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് തരുന്നുണ്ട്, പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ എസ് സൂര്യക്കും നല്ലൊരു ക്യാരക്ടർ ആർക്ക് നൽകിയിട്ടുണ്ട്. ഒരു റോങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അദ്ദേഹം റെഡിയാവുന്നുണ്ട്. ആ ഒരു കഥാപാത്രം എന്തുകൊണ്ട് ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മാറി അത് ഈ ഒരു പടത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ചില സാഹചര്യം കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു, അതായത് ശനിയാഴ്ച മാത്രമേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ എന്ന്. അങ്ങനെ അതിങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ ദയാനന്ദ് പറയുന്ന വില്ലനെ കാണേണ്ടി വരുന്നു. ആ ഒരു ദയാനന്ദ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ അദ്ദേഹം വോയിസ് റേസ് ചെയ്യുന്നതാണ് പടം. അതിൽ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഈ ഒരു പടത്തിലെ നായികയായുള്ള ചാരുലത വരുന്നു. ഇതാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു പ്ലോട്ട്. അപ്പോൾ ഈ ഒരു കഥ കേട്ട് പഴകിയൊരു കഥയാണ്, പക്ഷേ അത് എടുത്തു വെച്ച രീതി അത്യാവശ്യം ബെറ്ററാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ക്യാരക്ടർ ആർക്കാണ് യൂണീക്കായിട്ട് എനിക്ക് പോസിറ്റീവ് തോന്നിയത്. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ജേക്സ് പിജോയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഒരു രക്ഷയില്ല, അദ്ദേഹം ഓരോ സീനും കിടിലം പോലെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിന് അത്ര പഞ്ചില്ല. അതായത് ആ ഒരു പാട്ടിൻ്റെ ലെവലിലുള്ളൊരു പവർ പഞ്ച് ഫൈറ്റ് സീക്വൻസിൽ കാണാൻ പറ്റിയില്ല. പടത്തിൻ്റെ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ തന്നെ 5-10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അത് അത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. എന്തായാലും ഓവറോൾ നോക്കുവാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മാസ് പടം തന്നെയാണ് സൂര്യാസ് സാറ്റർഡേ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടം ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. അപ്പോൾ ഈ ഒരു പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടം ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. So thanks for watching this video. See you guys in the next video.